ഹലോ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. JC ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, എല്ലാ ആൾക്കാർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലാസ് 8 CBSEക്കകത്ത് നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ ആദ്യം മുതൽ ഫസ്റ്റ് വരെ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ആൾക്കാരും കാണണം. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചാനലിൽ അവൈലബിൾ ആണ്. സോ വേറൊരു കാര്യം കൂടി പറയാം, 8ാം ക്ലാസ്സിലെ മക്കളാണ്, നിങ്ങൾക്കറിയാം അടുത്തത് 9th 10th ക്ലാസ്സുകളിലേക്കാണ്. അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് 9th-നകത്തും 10th-നകത്തും നിങ്ങളെ കാത്തിരിക്കുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം 8ാം ക്ലാസ്സിൽ നടത്തിയാൽ മാത്രമാണ് നിങ്ങൾക്ക് 9th-ലും ഈ പോലെ തന്നെ 10th-ലും നല്ലൊരു മാർക്കിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. നിങ്ങൾക്കറിയാം, ഇതുപോലെ തന്നെ ട്യൂഷനൊന്നും പോകാൻ ഇതുപോലെ തന്നെ സാധ്യതയില്ലാത്ത കുറേ മക്കളുണ്ടാവും. അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ടാണ് സ്ഥലത്തിൻ്റെ ഏറ്റവും കിഡ്ലൻ ബാച്ച് ആയിട്ടുള്ള യോധ ബാച്ച് ഒരുങ്ങിയിട്ടുള്ളത്. സോ മക്കളെ, നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, 9954000800 എന്ന നമ്പറില്ലേ, ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക, നമ്മുടെ യോധയുടെ ഭാഗമായി മാറുക. സോ എല്ലാ ആൾക്കാരും റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ? നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മക്കളെ, ആ ചാപ്റ്ററിനകത്തെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് വൺ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: What are the factors of production? Why are factors of production important? മക്കളെ, നമുക്കറിയാം, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാഷനകത്ത് പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ആ പ്രൊഡക്ഷൻ്റെ ഏറ്റവും മെയിനായിട്ട് എന്ത് വേണം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സംഭവം ആവശ്യമാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, എന്താണ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ചോദിച്ചിട്ടുള്ളത്. മക്കളെ, നമുക്ക് നോക്കാമല്ലോ, എന്താണ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എല്ലാവരും നോക്കിക്കോ, നിങ്ങൾക്ക് ഒരു നാഷനകത്ത് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ആ പ്രൊഡക്ഷനിലൂടെയാണ് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? എന്താ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് കാണുന്നുണ്ട്. എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതിൽ ഈ പറയുന്ന ലാൻഡ് ആയിക്കോട്ടെ, ലാബർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ മക്കളെ ക്യാപിറ്റൽ ആയിക്കോട്ടെ, എന്റർപ്രണേഴ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം കൂടി ചേർത്തതാണ് ഇത് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നോക്ക്, ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ പ്രൊഡ്യൂസ്ഡ് ത്രൂ കമ്പൈൻഡ് ആക്ഷൻസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സച്ച് ആസ് ലാൻഡ്, ലാബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. മക്കളെ, മെയിനായിട്ടും നമ്മുടെ ഒരു നാഷനകത്ത് ഗുഡ്സ് ആൻഡ് സർവീസുകളൊക്കെ തന്നെ നമ്മൾ ഇതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പറയുന്ന ഇൻപുട്സുകളാണ് ഈ ലാൻഡ്, ലാബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻസുകൾ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിനകത്ത് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാൻഡ് വരും, ലാബർ വരും, ക്യാപിറ്റൽ വരും, ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, വരും. മക്കൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, ഒരു നാഷനകത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുകയാണ്, എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രി തുടങ്ങുകയാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ തുടങ്ങുകയാണ്, സ്വാഭാവികമായിട്ട് അതിന് ലാൻഡ് വേണ്ടേ, ഭൂമി വേണ്ടേ. ലാൻഡ് മാത്രമല്ല, അല്ലാത്ത കുറേ സൺലൈറ്റ്, നാച്ചുറൽ റിസോഴ്സസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യണം, വേണം. അതേപോലെ തന്നെ മക്കൾ ശ്രദ്ധിച്ചോ, അവിടെയൊക്കെ വർക്ക് ചെയ്യാൻ ആര് വേണ്ടേ, ലേബർ വേണ്ടേ, വേണം. ലേബർ ഇമ്പോർട്ടൻ്റ് അല്ലേ, വേണം. ലേബേഴ്സ് വേണ്ടേ, ലേബേഴ്സ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ, എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, ഇല്ല. അതേപോലെ തന്നെ മക്കൾ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ വേണ്ടേ, ഈ മണി വേണ്ടേ, പണം വേണ്ടേ, അതുപോലെ തന്നെ മെഷീൻസ് വേണ്ടേ, അതൊക്കെ ക്യാപിറ്റലിൽ പെടുന്നതാണ്, വേണം. ഉറപ്പായിട്ട് അത് വേണ്ടേ, വേണം. ഇനി ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന കൃത്യമായിട്ടുള്ള ഒരു എന്റർപ്രണർ വേണ്ടേ, ഒരു ഓർഗനൈസേഷൻ വേണ്ടേ, കാരണം ഇതിനൊക്കെ തന്നെ കൺട്രോൾ ചെയ്യുന്ന കൃത്യമായിട്ടുള്ള ഒരാൾ വേണ്ടേ, വേണം. സോ ഇത്രയും ആളുകൾ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെച്ചോളൂ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇത് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് ഇതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആകുന്നതെന്ന് പറയുന്നുണ്ട്. നോക്കൂ, ദേ ആർ essential resources that help in producing final goods and services by combining inputs like land, labor, capital and entrepreneurship. അപ്പോൾ ശ്രദ്ധിച്ചു മക്കളെ, ഈ പറഞ്ഞ ലാൻഡ് ആയിക്കോട്ടെ, ലാബർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ക്യാപിറ്റൽ ആയിക്കോട്ടെ, എന്റർപ്രണർഷിപ്സ് ആയിക്കോട്ടെ, ഇതിനെല്ലാം കൂടി ഇതുപോലെ തന്നെ കമ്പൈൻ ചെയ്യിച്ചു കൊണ്ടുപോവുകയും ഇതേപോലെ തന്നെ നല്ല ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്ക് പ്രധാനമായിട്ട് തരുന്നതാണ് ആക്ച്വലി ഈ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഇമ്പോർട്ടൻസ് ഇതാണ് കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റെഡി, സെറ്റ് അല്ലേ? ഇനി മക്കൾസ് അടുത്തത് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: Explain the meaning of land as a factors of production in economics. മക്കളെ, ഈ എക്കണോമിക്സിനകത്ത് നമ്മൾ ഈ പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളതാണല്ലോ ലാൻഡ്. അപ്പോൾ ലാൻഡ് ആക്ച്വലി എക്കണോമിക്സിനകത്ത് ഈ ലാൻഡ് കൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ് ഈ ലാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മനസ്സിൽ ലാൻഡ് എന്ന് പറയുമ്പോൾ സാധാ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലാൻഡാണ് നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യുക, വരിക അല്ലേ, സാധാ ഒരു ലാൻഡാണ് വരിക. പക്ഷേ ആക്ച്വലി അങ്ങനെയാണോ എക്കണോമിക്സിനകത്ത് വരുന്നത്? അല്ല. നമുക്കതാ പറയുന്നത്. നോക്കിയോ, അവിടെ പറയുന്നുണ്ട് ഇൻ എക്കണോമിക്സ്. നോക്കണേ, ഇൻ term land does not merely mean geographical land. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മെയിനായിട്ടും
നമ്മുടെ എക്കണോമിക്സിനകത്ത് ഒരിക്കലും ഈ ലാൻഡ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ജോഗ്രഫിക്കൽ ഏരിയ അല്ല, വെറും ഒരു ജോഗ്രഫിക്കൽ ഏരിയ അല്ല ചെയ്തത് അത് സൂചിപ്പിക്കുന്നത്. നോക്കിയോ, ഇറ്റ് ഇൻക്ലൂഡ് ഓൾ നാച്ചുറൽ റിസോഴ്സസ് പ്രൊവൈഡ് ബൈ നാച്ചർ സച്ച് ആസ് സോയിൽ, വാട്ടർ, ഫോറസ്റ്റ്, എയർ, സൺലൈറ്റ്, മിനറൽസ്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്. മക്കൾ ശ്രദ്ധിക്കുക, ഈ പറയുന്ന മെയിനായിട്ട് നമ്മൾ പറയുന്ന ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസുകളാണ് എന്ത് ചെയ്യുന്നത്, അതിനകത്ത് പെടുക നാച്ചുറൽ റിസോഴ്സസുകൾ. അപ്പോൾ എന്തൊക്കെയാണ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഏതൊക്കെ പെടുന്നുണ്ട്? സോയിൽ വിടും, ഒരു സ്ഥലത്തെ സോയിൽ വരും, വാട്ടർ വിടും, ഫോറസ്റ്റ് വരും, എയർ വരും, സൺലൈറ്റ് വരും, മിനറൽസ് വരും, ഓയിൽ വരും, നാച്ചുറൽ ഗ്യാസ് വരും. ഇതെല്ലാം എന്താണ്? ഇതുപോലെ തന്നെ ഈ പറയുന്ന ലാൻഡിൽ പെടുന്നതാണ്. അപ്പോൾ ലാൻഡ് മീൻസ് എന്താണ്? നാച്ചുറൽ റിസോഴ്സസ് ആണ് കേട്ടോ. അപ്പോൾ അല്ലാതെ വെറും ഒരു ജോഗ്രഫിക്കൽ ലാൻഡ് അല്ല എന്നുള്ളത് എന്ത് ചെയ്യണം, അത് ഓർത്ത് വെച്ചോളണേ. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ ചോദിക്കാം. ആ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ആൻസർ ചെയ്യേണ്ടത് ഇത്രയാണ് കേട്ടോ. ഓക്കെ റെഡി. ഇനി അടുത്ത മക്കൾ ശ്രദ്ധിക്കുക, അടുത്തത് ഡിഫൈൻ ലാബർ ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് ഫിസിക്കൽ ലാബർ ആൻഡ് 2 എക്സാമ്പിൾസ് ഓഫ് മെന്റൽ ലാബർ. മക്കൾ ശ്രദ്ധിക്കുക, പ്രധാനമായിട്ട് ഈ പറയുന്ന ലാബറുമായി ബന്ധപ്പെട്ടാണ്. ഈ പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ ലാബർ എന്ന് ഡിഫൈൻ ചെയ്യാനാണ്. അത് കൂടാതെ അതിനകത്ത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഫിസിക്കൽ ലാബേഴ്സിനും അതേപോലെ തന്നെ മെന്റൽ ലാബറിനും എക്സാമ്പിളുകളും എന്ത് ചെയ്യാനുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നോക്ക്, എന്താണ് ലാബർ? നമുക്ക് നോക്കാം. ലാബർ റെഫേഴ്സ് ടു ഫിസിക്കൽ ആൻഡ് മെന്റൽ എഫേർട്ട് ഓഫ് ഹ്യൂമൻ ബീങ്സ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ. അപ്പൊ നിങ്ങൾ നോക്കി, പ്രധാനമായിട്ടും എന്താണ് ഈ പറയുന്ന ലാബർ എന്ന് പറഞ്ഞാൽ? ലാബർ മീൻസ് നമ്മുടെ അധ്വാനം എന്നൊക്കെ പറയും. അത് മക്കളെ ഒരു പ്രധാനപ്പെട്ട ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടല്ലോ, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ഇല്ലേ, ആ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ്റെ ഫിസിക്കൽ ആൻഡ് മെന്റൽ എഫേർട്ട് ഉണ്ടല്ലോ. എന്താണ് ഫിസിക്കൽ ആൻഡ് മെന്റൽ എഫേർട്ട്? ആ ഒരു ഹ്യൂമൻ്റെ ഫിസിക്കൽ ആൻഡ് മെന്റൽ എഫേർട്ടിനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്, ഈ പറഞ്ഞ ലാബർ കൊണ്ട് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. അത് 2 ടൈപ്പ് ലാബേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാണ് ഫിസിക്കൽ ലാബർ. ഫിസിക്കൽ ലാബർ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയുള്ള ലാബറാണ്? അവർക്ക് എക്സാമ്പിൾ ആണ് ഈ കാർപ്പൻറ്റേഴ്സും ഫാമേഴ്സും. അത് ഭയങ്കരമായിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ത് ചെയ്യണം, അതിനകത്ത് ആവശ്യമാണ്. പിന്നെയുള്ള സെക്കൻഡ് വൺ ആണ് മെന്റൽ ഫാമേഴ്സ്, മെന്റൽ ലാബേഴ്സ്. മെന്റൽ ലാബേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ്, ബുദ്ധിപരമായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അതിലാണ് ടീച്ചേഴ്സ് അതുപോലെ തന്നെ സയന്റിസ്റ്റുകൾ. സോ ഇത് ഓർത്ത് വെച്ചോളാം. അപ്പോൾ നമ്മൾ എന്താണ് ലാബർ എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ആ 2 ലാബേഴ്സിലെ ഏതൊക്കെയാണ് ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ലാബേഴ്സും മെന്റൽ ലാബേഴ്സിന്റെയും എക്സാമ്പിളുകൾ കൂടി എന്ത് ചെയ്തു പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വരാം. സോ മക്കളെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഈ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും, ചോദിക്കും. അതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. സോ ഇത് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. ഞാൻ പറയുന്നു, ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആളുകളെ കാത്തിരിക്കുന്ന ഒരു ബാച്ചാണ് യോധ ബാച്ച്. സോ യോധയുടെ ഭാഗമായിട്ട് എല്ലാ ആൾക്കാരും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യാണ്. സോ മക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇനി ഏതൊക്കെ തരത്തിലേക്കുള്ള വീഡിയോസ് ആണ്, ഏതൊക്കെ തരത്തിലേക്കുള്ള കണ്ടന്റുകളാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് അതുകൂടി എന്ത് ചെയ്യണം, അവിടെ നിങ്ങളൊന്ന് പെട്ടെന്ന് പറയണം. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമുക്ക് ഇനി വരുന്ന ലൈവുകളിലൊക്കെ കാണാം. അടിപൊളിയാക്കാം, മനോഹരമാക്കാം. സോ ബൈ എവരിവൺ, ബൈ 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 മക്കളെ.